ഇന്നലത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്കറിയാം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിനും ഒരു ദിവസത്തിന് മുന്നേ, അതായത് ഇപ്പോൾ ഒരു മിനിഞ്ഞാന്ന് നടന്നതാണ്, ഞാൻ കുറച്ച് വീഡിയോ ചെയ്ത് വെച്ചായിരുന്നു. ഇങ്ങനെ വീഡിയോയിൽ സംസാരിക്കാത്ത കുറച്ച് ഇതുപോലെയുള്ള എന്നെ കാണിക്കുന്ന ഞാൻ ഇരിക്കുന്ന കുറച്ച് വീഡിയോസ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതാണ് ഇനി എനിക്ക് ട്രീറ്റ്മെൻറ്റ് കഴിയുന്നത് വരെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്ന വീഡിയോ ആയിരിക്കും ചേർക്കുന്നത്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് അടിപൊളി ദിവസമായിരുന്നു ഫുഡ് അടിയുടെ കാര്യത്തിൽ. രാവിലെ പപ്പയും അമ്മയും കൂടെ എൻ്റെ പപ്പയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയായിരുന്നേ. അവർ ബാലരാമപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പോയില്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, കണ്ട കൂട്ടുകാർക്കറിയാം. ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, ഇരിക്കാൻ പാടില്ല എന്നുള്ള ഡോക്ടറുടെ കർശന നിയന്ത്രണമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പോകാത്തത് കൊണ്ട് അവർ എനിക്ക് പൊറോട്ടയും, എനിക്കിന്ന് മാത്രം, ഞാനും മക്കളും ഹസ്ബൻഡും പോയില്ല, പപ്പയും അമ്മയാണ് പോയത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറോട്ടയും നാടൻ കോഴിയിറച്ചിയും കൊടുത്തയച്ചു. അപ്പോൾ അടിപൊളിയായിരുന്നു. ഉച്ചയ്ക്ക് പൊറോട്ടയും നാടൻ കോഴിയിറച്ചിയും തട്ടിവിട്ട് കുമ്പ വീർപ്പിച്ച് ഇങ്ങനെ അടിപൊളി ടേസ്റ്റായിരുന്നു, കിടിലമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറയുക, പിന്നെ വൈകുന്നേരം അരിപ്പായസം വയ്ക്കേ എന്ന് പറഞ്ഞു, അരിപ്പായസം കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് റേഷനരിയാണ് ഞങ്ങൾ കഞ്ഞി വയ്ക്കാൻ, ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അത് തന്നെ എടുത്ത് അത് 1/2 കിലോ റേഷനരി എടുത്ത്, പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര ഉണ്ടായിരുന്നു വീട്ടിൽ. വെള്ള ശർക്കരയാണ്, അതാണ് ഇങ്ങനെ വെളുത്ത പോലെ ഇരിക്കുന്ന, നിറം അധികമില്ലാത്തത്. അപ്പോൾ പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വീട്ടിലുണ്ടാക്കിയ നല്ല നാടൻ ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യും, പിന്നെ ഏലക്ക, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് ഇവയൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് പായസം ഉണ്ടാക്കി. ഞാനും ഹസ്ബൻഡും മക്കളും എൻ്റെ ട്യൂഷൻ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ തട്ടി വിട്ടിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കണ്ട കൂട്ടുകാർക്കറിയാം, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇരിപ്പില്ല, കിടപ്പാണ്. അപ്പോൾ കിടന്നുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. സൗണ്ടൊക്കെ എങ്ങനെ ഇരിക്കുന്നോ ആവോ കൂട്ടുകാർ ക്ഷമിക്കണേ. ഇരുന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കരുത് എന്ന കർശനമായിട്ടുള്ള ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറില്ല. അപ്പോൾ കിടക്ക തന്നെ വേണം. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങളിങ്ങനെ കിടന്ന് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതല്ലേ ആ പ്രശ്നം മാറത്തുള്ളൂ. ഇടയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നം മാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാൾ അങ്ങനെ തന്നെ നല്ല രീതിയിൽ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കിടന്നുകൊണ്ടൊക്കെയാണ് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ ഇരുന്നുകൊണ്ട് കൂട്ടുകാരോട് സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് ഇനി കുറച്ച് ദിവസത്തേക്ക് പറ്റില്ല. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ഇങ്ങനെയുള്ള വീഡിയോസ് എനിക്കിനി കുറച്ച് കാലത്തേക്ക് ഇടാൻ പറ്റത്തുള്ളൂ. നല്ല ചൂടോടെ അരിപ്പായസം കഴിക്കാൻ ആർക്കാ ഇഷ്ടമല്ലാത്തല്ലേ, കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പോൾ പൊറോട്ടയും നാടൻ കോഴിയിറച്ചിയും അരിപ്പായസവും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കി പൊറോട്ടയും ഇറച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രിയായി. അപ്പോൾ അത് ഇനി കഴിക്കാൻ പോകുക. രാത്രി ഇങ്ങനെ കട്ടിയാഹാരം കഴിക്കുന്നത് നല്ലതല്ല എന്നാണ്, എങ്കിലും വല്ലപ്പോഴും അല്ലേ എന്ന് സ്വയം ന്യായീകരിക്കാം. കാരണം പൊറോട്ടയും നാടൻ കോഴിയിറച്ചിയും ഒരു വീക്ക്നെസ്സാണ്. മലയാളികൾ പൊതുവെ എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നും ഒപ്പം ഉണ്ടാവണം. അപ്പോൾ ഞങ്ങളുടെ ഒപ്പമുള്ള എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ കൂട്ടുകാരെ ഉച്ചക്കത്തേൻ്റെ ബാക്കി ഉള്ളത് കഴിക്കുക, പൊറോട്ടയും നാടൻ കോഴിയിറച്ചിയും.